അപ്പോ 6 പതിറ്റാണ്ടിന് ശേഷം കിരീടം നിലനിർത്തുന്ന ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് അല്ലേ, അത് മെസ്സി സ്വന്തമാക്കും എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതായത് ഇപ്പൊ ഈ പറയുന്ന പോലെ ഇറ്റലിയും ബ്രസീലും 2 തവണ ലോകകപ്പ് ജയിച്ചെങ്കിൽ പോലും ഒരേ ക്യാപ്റ്റൻ അല്ല. അപ്പോ അതൊരു വലിയ സാധനമാണ്. അതായത് മെസ്സിക്ക് ഇത് കിട്ടുവാണെങ്കിൽ അർജന്റീന തുടർച്ചയായിട്ട് 2 ലോകകപ്പ് നേടുന്ന 3ാമത്തെ ടീമാകും. ആദ്യ ക്യാപ്റ്റനായി മെസ്സി മാറും, ആദ്യ പരിശീലകനായി സ്കലോണി മാറും. അത് വലിയ റെക്കോർഡാണ്. നമ്മൾ ഈ ലോകകപ്പ് നോക്കിയാൽ നിരവധി റെക്കോർഡുകൾ ഇല്ലേ മെസ്സിയുടെ പേരിലേക്ക് വരുന്നത് കണ്ടു. ഇന്നലെ എംബാപ്പെ റിഗ്ഡ് മാച്ചിലൂടെ അത് ഒപ്പത്തിനൊപ്പം എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും നോക്കൂ, ഏറ്റവും കൂടുതൽ ഗോൾ, ഏറ്റവും കൂടുതൽ അസിസ്റ്റ്, അതാണ് ഞാൻ അവരുടെ കളി തീർന്നു, ഇന്നൊരു കളി ബാക്കിയുണ്ട്. പക്ഷെ അവിടെ പ്രശ്നം മെസ്സിക്ക് ഇനി 2 ഗോൾ കൂടി അടിക്കണം, എന്നാലും ഒപ്പെത്താൻ പറ്റുള്ളൂ. കഴിഞ്ഞ 2 കളി നമ്മൾ മിസ് ചെയ്തു അല്ലേ. അപ്പോ അത് നോക്കൂ, ഈ റെക്കോർഡുകളുടെ രാജകുമാരനായി മെസ്സി മാറുന്ന ഒരു സാഹചര്യം. പിന്നെ ഈ ലോകകപ്പ് തുടങ്ങുന്നതിന് മുൻപ് ഈ GOAT ഗോട്ടിന്റെ കാര്യത്തിൽ വലിയ തർക്കമായിരുന്നു. ഇപ്പൊ ആർക്കും ഇല്ല തർക്കം. ആ നിലയിലേക്ക് മെസ്സി ഒരു ഇതിഹാസ താരം എന്ന് വെച്ചാൽ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഫുട്ബോളർ എന്നത് വിമർശനങ്ങളില്ലാതെ അല്ലെങ്കിൽ തർക്കങ്ങളില്ലാതെ സ്വന്തം പേരിൽ കുറിക്കുന്നത് കൂടി നമ്മൾ കണ്ട ലോകകപ്പാണ്. ഈ നൂറ്റാണ്ടിൽ എന്ന് വേണ്ട, പോയ നൂറ്റാണ്ടിലെ ഏറ്റവും ഇതിഹാസങ്ങൾ പറഞ്ഞു തന്നെ നോക്കാം. അത് മറഡോണ ആവട്ടെ, പെലെ ആവട്ടെ, അവർക്ക് മുന്നിൽ ഒരേ ഇതിഹാസമുള്ളൂ, അത് ലയണൽ മെസ്സിയാണ്. പിന്നെ ആർക്കാണ് ഇത്ര തർക്കം? ലയണൽ മെസ്സിയെ പോലെ ഫുട്ബോളിനെ ആത്മാർത്ഥമായി ആവാഹിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹം കരയുന്നത് കാണുമ്പോഴാണ് ഇയാളൊരു മനുഷ്യനാണല്ലോ എന്ന് ആലോചിക്കുന്നത് തന്നെ അത് വ്യക്തമാണ്. എത്രത്തോളം എന്നിട്ട് 39ാമത്തെ വയസ്സിൽ ഇങ്ങനെ പന്ത് തട്ടുന്ന ലയണൽ മെസ്സിനോട് കഴിഞ്ഞ ദിവസം ഗ്യാലറിയിലിരുന്ന മസരാനോയും അപ്പം ഷാവിയും പറഞ്ഞുവെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുണ്ടായിരുന്നു. ഇയാൾ എന്താണ് ഈ 39ാമത്തെ വയസ്സിൽ കാണിക്കുന്നത്? കാരണം അവർക്കൊപ്പം കളിച്ച ആളാണ്. ഈ മെസ്സി ഇപ്പോഴും ഇങ്ങനെ പന്ത് തട്ടുന്നത് കാണുമ്പോൾ, ഇപ്പോഴും എന്ന് പറയുന്നത് 39ാം വയസ്സിൽ എന്തെങ്കിലും ന്യൂനത ഉണ്ടെന്നല്ല, അതിഗംഭീരമായിട്ടാണ് കളിക്കുന്നത്, ഏറ്റവും ഫോമിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഒരേ ഒരു പേരുള്ളൂ, ദാറ്റ് ഈസ് ആന്ദ്രേസ് ലയണൽ മെസ്സി. ആ മെസ്സിയാണ് ഇന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായി ലോകകപ്പ് എടുക്കുന്ന ക്യാപ്റ്റൻ എന്ന നേട്ടത്തിലേക്ക് എത്താൻ കളത്തിലേക്ക് ഇറങ്ങുന്നത്. നിരവധി വെല്ലുവിളികളുണ്ട്. മികച്ച ടീമിനെയാണ് നേരിടാൻ പോകുന്നത്. എൽദോ, നമ്മൾ നോക്കുമ്പോൾ ഈ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് വന്നത് അല്ലെങ്കിൽ സെമി ഫൈനൽ ലൈനപ്പ് ആയപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 4 ടീം അവർ തന്നെ പരസ്പരം ഏറ്റുമുട്ടുന്നു എന്നതാണ് കണ്ടത്. ഇപ്പോൾ ഇന്നത്തെ കളിയുടെ വരുമ്പോൾ എങ്ങനെയാണ് റിസൾട്ടിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അർജന്റീന തന്നെ 1 നമ്പർ ടീമായി നിൽക്കുന്നു. ഫ്രാൻസ് ആയിരുന്നു 2ാമത്. അതിൽ മാറ്റം വന്നിട്ടുണ്ടാവും ഇല്ല? അതായത് 1ാം നമ്പറും ഫിഫ റാങ്കിംഗ് ആണ് ഉദ്ദേശിച്ചത്. അല്ല, ഫിഫ റാങ്കിങ്ങിൽ പുതിയ റാങ്കിംഗ് വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ നിലവിൽ സ്പെയിൻ 3ാമത്, അർജന്റീന 2ാമതാണ്, ഫ്രാൻസ് 1ാമത് സെമി തുടങ്ങുമ്പോൾ. അല്ല, പിന്നീട് നമ്മളുടെ കളിക്ക് ശേഷം അത് മാറി. അതെ, ശേഷം അതിനുശേഷം പിന്നെ റാങ്കിംഗ് മാറ്റം വന്നിട്ടില്ല. ലോകകപ്പ് കഴിഞ്ഞിട്ട് 3ാം ടീമുമാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ അല്ല, അതായത് ഇപ്പോൾ നേരത്തെ മെസ്സിനെ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് അദ്ദേഹത്തിന്റെ പേരിലാണ്, 12 അസിസ്റ്റ്. അതിന് താഴെയുള്ള പേര് മറഡോണയുടേതാണ്, 8 അസിസ്റ്റ് ആണ് ഉള്ളത്. അപ്പോൾ 4 അസിസ്റ്റുകൾക്ക് വളരെ വലിയൊരു ഗ്യാപ്പ് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു തരത്തിലും എനിക്ക് മറഡോണയാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ആൾ. അത് കളർ ടെലിവിഷൻ വന്ന ഒരു സമയം കൊണ്ടാണ്. പെലെ അത്രയും ആഘോഷിക്കപ്പെട്ടിട്ടില്ല, പെലെയെ കണ്ടവരില്ല, പെലെയെ കളി കണ്ടവർ കുറവാണ്. കൂടുതലും പത്രങ്ങളിൽ വായിച്ചും ഫോട്ടോ കണ്ടുമാണ് പെലെയെ പരിചയിച്ചിരുന്നത്. പക്ഷേ മറഡോണയുടെ കളിയും അദ്ദേഹത്തിന്റെ ഇന്ദ്രജാലമൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് മോഡേൺ എറയിലേക്ക് ലയണൽ മെസ്സി എത്തിയപ്പോൾ അയാൾ ആ ആനുകൂല്യം കൊണ്ട് ഇതിഹാസമായതല്ല. അയാളുടെ മികവ് കൊണ്ടും അയാളുടെ സ്കില്ല് കൊണ്ടും അയാളുടെ ഗോളിന്റെ മികവ് കൊണ്ടും അയാൾ എന്ന മനുഷ്യന്റെ വ്യക്തിത്വം കൊണ്ടും ഇതിഹാസമായി മാറി. പ്രതിസന്ധികളെ എപ്പോഴും തരണം ചെയ്ത് മുന്നോട്ട് പോയി അങ്ങനെ പാകപ്പെടുത്തിയെടുത്ത സ്റ്റാറ്റസ് ആണ് മെസ്സിയെ സംബന്ധിച്ചുള്ളത്. നമുക്കൊരു റിപ്പോർട്ട് കൂടി കാണണം. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന്റെ ആവേശത്തിൽ തലസ്ഥാന നഗരവും ഇഷ്ട ടീമുകൾ തോറ്റുപുറത്തായിട്ടും ഫുട്ബോൾ പ്രേമികളുടെ ആവേശത്തിന് തെല്ലും കുറവില്ല. അർജന്റീനയ്ക്കും സ്പെയിനിനും വേണ്ടി ഒരുപോലെ വാദിക്കുന്ന വള്ളക്കടവിലെ ഫുട്ബോൾ പ്രേമികളുടെ പ്രതികരണം കണ്ടിട്ട് തിരിച്ചെത്താം. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിലാണ് തലസ്ഥാനവും. തലസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ കായിക പ്രേമികൾ കാത്തിരിക്കുകയാണ്. സ്പെയിനാകുമോ അതോ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയാകുമോ ആ കപ്പ് ഉയർത്തുകയെന്നറിയാൻ. എന്തായാലും ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികൾ, കായിക താരങ്ങൾ നമ്മളോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് പ്രതീക്ഷകൾ? അർജന്റീന അടിക്കും, വേറെ ആരടിക്കും? അതിന് അത്ര പ്രതീക്ഷ? സ്പെയിന്. എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എമാലുണ്ട്, ഡാനി ആൽമോ ഉണ്ട്, മെസ്സിയൊക്കെ വേസ്റ്റ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. മെസ്സി ഒന്നും കളിക്കില്ല, അമ്മാരെ ടീമുള്ളതുകൊണ്ട് കൊള്ളാം. നമ്മളെ റൊണാൾഡോയ്ക്ക് പാസ് കൊടുക്കുക ആൾക്കാരില്ല.
റൊണാൾഡോക്ക് പാസ് കൊടുക്കാത്തോണ്ടാണ് അടിക്കാത്തത്. അതിന്റെ വിഷമമാണ് അവന്. കഴിഞ്ഞ വർഷം അങ്ങനെ അടിച്ച അവൻ ഫിഫ പോയല്ലേ മെസ്സി. ഓ മെസ്സിയോട് ഇത്ര വിരോധവും അതെന്നാ കാര്യം? അവനൊരു കളി ജയിച്ചെന്ന് പറഞ്ഞാൽ ഉള്ള തലയെ പൊക്കത്ത് എടുത്ത് വെച്ച് അവന് കാര്യം. ഒരു കളി തോക്കുമ്പോ അവന്മാര് പഠിക്കും. ഇന്നത്തോടെ തോക്കുമ്പോ അവന്മാര് കളി നോക്കോ. അതിന് അപ്പൊ ഈ ഫാൻസിനോടുള്ള പ്രശ്നം കാരണമാണോ അർജന്റീന ജയിക്കരുതെന്ന് പറഞ്ഞു? ഫാൻസ് കൊള്ളൂല, ടീമും കൊള്ളൂല അവന്മാരെ. ടീം കൊള്ളുകയല്ലേ ഇങ്ങനെ ഫൈനൽ എങ്ങനെ എത്തി? അത് റോബ് മറ്റേ മൊട്ടത്തല ഉള്ളതുകൊണ്ട് കയറി. അവൻ മെസ്സിയുടെ കഴിവല്ല, മെസ്സിയുടെ കഴിവൊന്നുമില്ല. അവൻ വെറുതെ കാലിട്ട് അടിക്കുമ്പോ ഗോള് കയറും. പൊന്നെ ഇത് ഇങ്ങനെയൊക്കെയാണ് പിള്ളേർ അഭിപ്രായം പറയുന്നത്. കഴിഞ്ഞു വന്ന് എങ്ങനെയാണ് ആര് ജയിക്കും? അർജന്റീന അടിക്കും. ഇപ്പൊ പറഞ്ഞു കേട്ടാ, മെസ്സിയെ പറഞ്ഞിട്ട് പോയാട്ടാ. അത്രേ ഉള്ളൂ. പ്രതീക്ഷയില്ല, ടീം പുറത്തായി. ആരായിരുന്നു? ജർമ്മനി. അപ്പൊ ഇന്ന് ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? ആര് ജയിച്ചാലും സന്തോഷമില്ല. സന്തോഷമില്ല, ജർമ്മനി പുറത്തായുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് ഫുട്ബോൾ പ്രേമികളുടെയൊക്കെ അടുത്ത് നിന്ന് കേൾക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഇന്നത്തെ മത്സരം എങ്ങനെയായിരിക്കും? അർജന്റീന ജയിക്കണം ആഗ്രഹം. ഞാൻ പോർച്ചുഗലാണ്. പോർച്ചുഗലാണ്, പക്ഷെ അർജന്റീന ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. പക്ഷെ ഈ ഓവറോൾ മത്സരങ്ങളിൽ അർജന്റീനയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം അവർ ടീമായിട്ട് ഒരുമിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് കളിക്കുമ്പോൾ ആ ഒരു ടീം വർക്കാണ് ഫുട്ബോൾ, അല്ലാതെ ഒരു പ്ലെയർ അല്ല. സിംഗിൾ പ്ലെയറിന്റെ ഒരു പെർഫോമൻസ് അല്ല, വൺമാൻഷോ വൺമാൻഷോ ഫുട്ബോൾ പറ്റിയല്ല. ടീം ആ ഒരു ടീം വർക്ക് ഉണ്ട് അർജന്റീന. ടീം വർക്ക് അർജന്റീന ഉണ്ട്. സ്പെയിനും അതുപോലെ തന്നെയാണ്. രണ്ടും ഇഞ്ചിക്ക് ഇഞ്ചിക്ക്. അപ്പൊ ഒരു ഇഞ്ചോടിഞ്ച് മത്സരം. അപ്പൊ എന്താണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എങ്ങനെയായി തീരും? അദ്ദേഹം പറയുന്നത് സ്പെയിനെ കപ്പടിക്കോളൂ. എന്തുകൊണ്ട് അർജന്റീന നിലവിലെ ചാമ്പ്യനാണ്? ഇല്ല, സ്പെയിനെ അടിക്കോളൂ എന്തൊക്കെ പറഞ്ഞാലും. അർജന്റീന തോക്കും, നോക്കിക്കോ. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഈ അർജന്റീനയ്ക്കും മെസ്സിക്കും എതിരെ ഇങ്ങനെ ഇത്രയും രോഷം പ്രകടിപ്പിക്കുന്ന ഫുട്ബോൾ പ്രേമികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്തായാലും കാത്തിരിക്കുകയാണ് കേരളം. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾക്കൊപ്പം ആവേശഭരിതമായ ആ മത്സരത്തിന്റെ കാഴ്ചകൾക്ക് വേണ്ടി ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഡാൻ പോയി വീണത് ബ്രസീൽ ഫാൻസിന്റെ ഇടയിൽ. പക്ഷേ ആ പോർച്ചുഗൽ ഫാൻ, ഞാൻ പോർച്ചുഗൽ ഫാനാണ്, പക്ഷെ അർജന്റീന ജയിക്കണം അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട്.